നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ജപമാല മാസം കടന്നു വരികയാണ്. പരിശുദ്ധ അമ്മയോടൊപ്പം ജപമണികളിലൂടെ അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിലേക്ക് വളരുവാൻ ഈ ജപമാല മാസം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ പ്രതിസന്ധികളെ, നമ്മുടെ സന്തോഷങ്ങളെ എല്ലാം ഈ ജപമണികളിലൂടെ ക്രിസ്തുവിൽ വളരാനുള്ള വലിയ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ അമ്മയോടൊപ്പം നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, മാതാപിതാക്കൾ മക്കളെ വളർത്തുമ്പോൾ അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ അവരുടേതായ ഭാഷയുണ്ട്. കുഞ്ഞുങ്ങൾ ആശയങ്ങൾ ഗ്രഹിക്കാനും കുഞ്ഞുങ്ങൾ സംസാരിക്കാൻ പഠിക്കാനും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെയും കുഞ്ഞുങ്ങൾ കടന്നു പോകുമ്പോൾ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ ഒരു ഭാഷയുണ്ട്. ഒരുപക്ഷെ അതൊരു ലിഖിതമായ ഭാഷയല്ല, അല്ലെങ്കിൽ അത് ഗ്രാമറുള്ള ഭാഷയല്ല. പകരം ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോട് സംവദിക്കാനുള്ള, ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോട് തൻ്റെ ആശയങ്ങൾ വിനിമയം ചെയ്യാനുള്ള വളരെ സുന്ദരമായൊരു ഭാഷ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ സഭാമാതാവിന് നമ്മെ വിശ്വാസം പരിശീലിപ്പിക്കാൻ ഒരമ്മയുടെ കിളികൊഞ്ചൽ ഭാഷ പോലെ സഭാമാതാവിന് തൻ്റെ മക്കളെ വിശ്വാസത്തിൽ വളർത്താൻ എത്രയോ സുന്ദരമായ ഒരു ഭാഷയുണ്ട്. അതല്ലേ ജപമാലയുടെ ഭാഷ. നമ്മൾ ജപമാലയിലൂടെ കടന്നു പോകുമ്പോൾ സത്യത്തിൽ ഒരമ്മ തൻ്റെ കുഞ്ഞിന് അവളുടെ ഭാഷയിലൂടെ ആ കുഞ്ഞിന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കുഞ്ഞിനെ പ്രാപ്തയാക്കുന്നത് പോലെ സഭാമാതാവ് നമ്മെ വിശ്വാസത്തിൻ്റെ ഭാഷ പഠിപ്പിക്കുകയാണ് ഓരോ ജപമാല അർപ്പണത്തിലൂടെയും. നമുക്ക് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അമ്മ അനുഭവിച്ച വിശ്വാസത്തിൻ്റെ ഭാഷയെക്കുറിച്ച് തിരുവചനത്തിൽ നിന്ന് കണ്ടെത്തിയതിന് ശേഷം നമ്മുടെ ജപമാല അർപ്പണത്തിലേക്ക് പോവാം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ഒരാദ്യ സംഭവം എന്ന വണ്ണം നമ്മൾ കാണുന്നത് അമ്മയുടെ വിശ്വാസത്തിൻ്റെ അനുസരണമാണ്. കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ വിശ്വാസം എന്നത് ഒരനുസരണമാണ്, അന്ധമായ അനുസരണമാണെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ടും റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനത്തിൻ്റെ ആദ്യ ഭാഗത്തെ ആസ്പദമാക്കിക്കൊണ്ടും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊരു അന്ധമായ അനുസരണമാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് അത്തരത്തിലുള്ള ഒരന്ധമായ കീഴ്പ്പെടലാണ്. നമ്മൾ വായിക്കുന്നുണ്ട് ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ തിരുവചനത്തിൽ മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അതാണ് അമ്മയുടെ ഒരു അന്ധമായ വിധേയത്വം. അവിടുത്തെ വാക്ക് എന്താണെങ്കിലും, അവിടുത്തെ തിരുഹിതം എന്താണെങ്കിലും അതെന്നിൽ പൂർണ്ണമായും നിറവേറട്ടെ. പിന്നീട് അങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ അമ്മയുടെ ജീവിതത്തിലെ ചാഞ്ചല്യമില്ലാത്ത ജീവിതമാണ്. ആ ജീവിതത്തിൽ എന്തുമാത്രം സഹന വഴികളിലൂടെ കടന്നുപോയി, എത്രത്തോളം പ്രതിസന്ധികളിലൂടെ ആ അമ്മയുടെ, ആ സ്ത്രീയുടെ, ആ ഭാര്യയുടെ ജീവിതം കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, അപ്പോഴൊക്കെ ഈ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു ഭാഷയുണ്ട്, വിശ്വാസത്തിൻ്റെ അടിപതറാതെയുള്ള ഭാഷ. കാരണം എന്തായിരിക്കണം? അമ്മയുടെ നോട്ടം മുഴുവനും തന്നിൽ രൂപപ്പെടുന്ന ആ ദൈവവചനത്തോടാണ്. തൻ്റെ ഉള്ളിൽ, തൻ്റെ ഉദരത്തിൽ രൂപപ്പെടുന്ന ദൈവവചനമായ ദൈവപുത്രനിലേക്കാണ് അമ്മ നോക്കുന്നത്. ഉദാഹരണത്തിന്, ഉദരത്തിൽ ശിശു വളരുന്ന കാലഘട്ടങ്ങളിൽ അത്ര നല്ല കാലഘട്ടമൊന്നും ആയിരിക്കില്ല അത് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. കാരണം അന്നത്തെ കാലഘട്ടം സമ്മാനിക്കുന്ന ചില പ്രയാസങ്ങളുണ്ട് ആ മറിയത്തിൻ്റെ ജീവിതത്തിൽ. ഉദരത്തിൽ കുഞ്ഞു വളരുമ്പോൾ അത്ര നല്ല അനുഭവങ്ങളൊന്നുമല്ല അമ്മയുടെ ജീവിതത്തിൽ ചുറ്റുപാടിൽ നിന്ന് ലഭിക്കുന്നത്, നല്ല അനുഭവങ്ങളൊന്നുമല്ല.
ഒരുപക്ഷെ സംശയത്തോടെയുള്ള നോട്ടം, അല്ലെങ്കിൽ അവഗണന. കാരണം വിവാഹം കഴിക്കാതെ ഗർഭം ധരിക്കുന്ന ഒരു സ്ത്രീക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ വലിയ അവഗണനയാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ അവഗണനയും സംശയവും എല്ലാം, പുറമേ നിന്നുള്ള സംശയം, പുറമേ നിന്നുള്ളവരുടെ അവഗണന, ഇതെല്ലാം ഏറ്റാണ് ആ സ്ത്രീ വളരുന്നത്. അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞു വളരുന്ന കാലഘട്ടത്തിലെല്ലാം മറിയം ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിലൊക്കെ മറിയം എത്രത്തോളം ചാഞ്ചല്യമില്ലാത്ത വ്യക്തിയാണ്. കാരണം മറിയത്തിൻ്റെ നോട്ടം തൻ്റെ ഉദരത്തിൽ വളരുന്ന ദൈവപുത്രനായ വചനമായ യേശുവിലേക്ക് നോക്കിയാണ് മറിയം ജീവിക്കുന്നത്. ഇനി ആ ശിശുവിൻ്റെ ജനനത്തിന് മുൻപുള്ള ആ കാലഘട്ടങ്ങളൊന്ന് എടുത്തു നോക്കുക. ഒരു സ്ത്രീക്ക് ഉണ്ടാകാവുന്നതിൽ വെച്ച് ഏറ്റവും അധികം അവഗണന അനുഭവിച്ച ഒരു സ്ത്രീയാണ് അപ്പോൾ മറിയം. സകലരാലും ഉപേക്ഷിക്കപ്പെടുന്നവൾ. ഏറ്റവും മിനിമം ഒരു സ്ത്രീയുടെ അവകാശമാണ് അവളുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ സ്വസ്ഥമായിട്ട് എവിടെങ്കിലും ഒന്ന് പ്രസവിക്കാൻ ഒരു ഇടം കിട്ടുക എന്നത്. ആ അടിസ്ഥാനപരമായ അവകാശം പോലും, ആവശ്യം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സ്ത്രീയാണ് ഇവിടെ മറിയം. പക്ഷേ തിരുവചനത്തിൻ്റെ താളുകൾ ആ മറിയത്തെ അവതരിപ്പിക്കുന്നത്, ആ ഭാര്യയെ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ അമ്മയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, സർവോപരി ആ സ്ത്രീത്വത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അസ്വസ്ഥമാകാത്ത ഒരു സ്ത്രീയായിട്ടാണ്. മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ മറിയം പറയുമല്ലോ, 46-ാമത്തെ വാക്യം, മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യമാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിലും, അതായത് തൻ്റെ പുത്രനെ പ്രസവിക്കാൻ ഒരു ഇടം കിട്ടാതെ മറിയം അലയുന്ന ആ കാലഘട്ടത്തിലും, ജോസഫിനോടൊപ്പം മറിയം അലയുന്ന ആ കാലഘട്ടത്തിലും മറിയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഈ ആനന്ദം, ഉള്ളിലെ ആനന്ദം, മറിയത്തിൻ്റെ ചിത്തത്തിലെ ആനന്ദം നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് തിരുവചനം നമുക്ക് തരുന്ന സാക്ഷ്യമാണ്. എന്തായിരിക്കും കാരണം? അപ്പോഴും ഈ പ്രതിസന്ധിയുടെ നടുവിലും മറിയം നോക്കുന്നത് തൻ്റെ ഉദരത്തിൽ വളർന്ന, തൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ട ദൈവവചനത്തിലേക്ക്, ദൈവപുത്രനിലേക്ക് നോക്കിയാണ് മറിയം തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുന്നത്. ഇനി ഈശോയുടെ ജനനത്തിന് ശേഷം ഒരമ്മ എന്ന വണ്ണം എത്രത്തോളം വേദനകൾ മറിയത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. മകനെക്കുറിച്ച് കേൾക്കുന്നത് അത്ര നല്ല വർത്തമാനങ്ങളൊന്നുമല്ല ചുറ്റുപാട് നിന്ന് കേൾക്കുന്നത്. ഒരുപക്ഷെ പള്ളിക്ക് നിരക്കാത്തവനെന്നും മതത്തിന് നിരക്കാത്തവനെന്നും ഒക്കെയുള്ള വാക്കുകളാണ് ഒരമ്മ ഈ മകനെക്കുറിച്ച് പലപ്പോഴും കേൾക്കുന്നത്. അവൻ താമസിക്കുന്നത് സമൂഹത്തിൻ്റെ വിളിമ്പിൽ താമസിക്കുന്ന, ആർക്കും വേണ്ടാത്ത, ഒരു വിലയുമില്ലാത്ത, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സമൂഹത്തിൽ ഏറ്റവും മോശക്കാരെന്ന് പോലും വിളിക്കാവുന്ന ഒരു കൂട്ടം മനുഷ്യരോടൊപ്പം അവൻ നടക്കുന്നു. നമ്മുടെ ഇന്നത്തെ മലയാള ഭാഷയിൽ താന്തോന്നിയായിട്ട് ജീവിക്കുന്ന ഒരു മകൻ എന്നാണ് അമ്മ അവനെക്കുറിച്ച് ചിലപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവുക, പലപ്പോഴും കേട്ടിട്ടുണ്ടാവുക. ഒരു താന്തോന്നിയായവൻ, ആരെയും അനുസരിക്കാത്തവൻ, പള്ളിയെ അനുസരിക്കാത്തവൻ, മതനേതാക്കളെ അനുസരിക്കാത്തവൻ, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ചില അന്തഛിദ്രങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇവരുടെ നേതാവ് എന്നൊക്കെയാണ് മറിയം മകനെക്കുറിച്ച് കേൾക്കുന്നത്. അവിടെയൊക്കെ ഒരമ്മയുടെ അന്തസ്സോ അല്ലെങ്കിൽ ഒരമ്മയുടെ സ്റ്റാറ്റസോ ഒന്നും ഇടിയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. മറിയത്തിൻ്റെ ഉള്ളിൽ അപ്പോഴും ഈ ചിത്തത്തിലെ ആനന്ദം, മറിയത്തിൻ്റെ ഉള്ളിലെ ആ നിലയ്ക്കാത്ത ആനന്ദം ഇതൊക്കെ കേൾക്കുമ്പോഴും ഉണ്ട്. കാരണം മറിയത്തിൻ്റെ നോട്ടം ക്രിസ്തുവിൽ മറിയം കണ്ട ദൈവപുത്രനിലേക്കാണ്, ദൈവവചനത്തിലേക്കാണ്. തൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ട ദൈവവചനം, തൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ട ദൈവപുത്രൻ, ആ പുത്രൻ തന്നെയാണ് ഇപ്പോൾ വളരുന്നതും. അവനിലേക്കാണ് മറിയത്തിൻ്റെ നോട്ടം. അങ്ങനെ അവനെ നോക്കി വളർന്ന അമ്മയാണ്, ഒരു മകനിലേക്ക് നോട്ടം ഉറപ്പിച്ച് വളർന്ന അമ്മയാണ് പരിശുദ്ധ മറിയമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ മറിയം നമ്മെ ക്ഷണിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അവനിലേക്ക് നോക്കി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ആണ് പരിശുദ്ധ മറിയം ഓരോ വ്യക്തിയെയും ക്ഷണിക്കുന്നത്. അതാണ് വിശ്വാസത്തിൻ്റെ വളർച്ച, അതാണ് വിശ്വാസത്തിൻ്റെ ഭാഷ. അവനിലേക്ക് നോക്കി നമ്മൾ ജീവിക്കുന്ന അവനിലേക്ക് നോക്കി. കൊറിന്തോസ് ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, 2 കൊറിന്ത്യർ 13:5, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചറിയുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ, യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇനിയും ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ
അങ്ങനെ ബോധ്യമായിട്ടില്ലെങ്കിൽ, എൻ്റെ കണ്ണുകൾ എൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ക്രിസ്തുവിലേക്ക് നോക്കുന്നില്ലെങ്കിൽ, പ്രതിസന്ധിയാവാം, രോഗാവസ്ഥയാവാം, പ്രയാസങ്ങളാവാം, ആരും മനസ്സിലാക്കാത്ത ജീവിത വഴികളാവാം, സകലനാലും ഉപേക്ഷിക്കപ്പെട്ട ഒരുപക്ഷെ ജീവിത പങ്കാളിയാവാം, വളർത്തി വലുതാക്കിയ മക്കളാവാം. ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെങ്കിലും ഒരുപക്ഷെ മാറാത്ത രോഗങ്ങളാവാം. എൻ്റെ നോട്ടം എൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് എത്രത്തോളം പതിഞ്ഞിട്ടുണ്ട് എന്നത് നമ്മുടെ മുൻപിൽ ഉയർത്തുന്നത് പരിശുദ്ധ മറിയമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിലേക്ക് നോക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നോട്ടം അത് ക്രിസ്തുവിലേക്ക് ഉറപ്പിക്കാൻ നമ്മെ സഹായിക്കുന്ന ഭാഷയാണ് ജപമാല. നമുക്ക് ജപമാലയുടെ ഓരോ രഹസ്യങ്ങളിലൂടെയും മുമ്പോട്ട് പോകുമ്പോൾ, ദുഃഖത്തിൻ്റെ രഹസ്യമാവട്ടെ, സന്തോഷത്തിൻ്റെ രഹസ്യമാവട്ടെ, മഹിമയുടെ രഹസ്യങ്ങളാവട്ടെ, പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളാവട്ടെ, ഇതൊക്കെ ഈ രഹസ്യങ്ങളിലൂടെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധ മറിയം നമ്മെ പ്രചോദിപ്പിക്കുന്നത് ക്രിസ്തുവിലേക്ക് നോക്കാനാണ്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, മറിയത്തിൻ്റെ ഒരു ആദ്യത്തെ ഇടപെടൽ എന്ന വണ്ണം നമ്മൾ കാണുന്നത് കാനായിലെ കല്യാണ വിരുന്നിൽ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അവതരിപ്പിക്കുന്ന കാനായിലെ കല്യാണ വിരുന്നിലുള്ള മറിയത്തിൻ്റെ ഇടപെടലാണ്. അവിടെ മറിയം ഉത്കണ്ഠയുടെ നിമിഷങ്ങളിൽ, പരാജയത്തിൻ്റെ ദിവസത്തിൽ മറിയത്തിനൊരു ഭാഷയേ ഉള്ളൂ, അവനിലേക്ക് നോക്ക്. അവിടെ തളർന്നു നിൽക്കുന്ന മാതാപിതാക്കളുണ്ട്, തകർന്ന ഹൃദയവുമായി നിൽക്കുന്ന കല്യാണ വീട്ടുകാരുണ്ട്, ഉത്കണ്ഠാകുലരായി നിൽക്കുന്ന പരിചാരകരുണ്ട്. ഈ സമൂഹത്തിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ആ കല്യാണ വീട്. ചിലർ ഉത്കണ്ഠാകുലരാണ്, ചിലർ നൈരാശ്യത്തിലാണ്, ചിലർ ഭയത്തിലാണ്, മറുവശത്തൊരു കൂട്ടർ കുറ്റപ്പെടുത്തുന്നുണ്ട്, ചിലർ ഭക്ഷണം ലഭിക്കാത്തവരാണ്. ഇതൊക്കെ ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു ചിത്രമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ ചിത്രങ്ങളുണ്ട്. ചിലർ ഇല്ലായ്മ അനുഭവിക്കുന്നുണ്ട്, ചിലർക്ക് ധാരാളം കിട്ടിയവരുണ്ട്, ചിലരിവിടെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ചിലർ സമൂഹത്തിൽ വേദനിക്കുന്നവരുണ്ട്, ചിലർ സമൂഹത്തിൽ പരാജയപ്പെട്ടവരുണ്ട്. ആ സമൂഹത്തിൻ്റെ ചിത്രമാണ് നമ്മൾ കാനായിലെ കല്യാണ വീട്ടിൽ കാണുന്നത്. ഇവിടെ ഈ പരാജിതരുടെ, ദുഃഖമനുഭവിക്കുന്നവരുടെ, വേവലാതി അനുഭവിക്കുന്നവരുടെ, ഉത്കണ്ഠാകുലരുടെ, അല്ലെങ്കിൽ വയറ് നിറഞ്ഞവരുടെ, ഒരു വശത്ത് വയറ് നിറയാത്തവർ, ഇവരുടെ എല്ലാം നടുക്ക് നിന്ന് മറിയം ഒരൊറ്റ കാര്യം പറഞ്ഞു: അവനിലേക്ക് നോക്ക്, അവൻ പറയുന്നത് ചെയ്യുക. നിങ്ങൾ അവനിലേക്ക് നോക്ക്. പ്രതിസന്ധി ഉള്ളവൻ നോക്കേണ്ടത് അവനിലേക്കാണ്, ഉത്കണ്ഠാകുലൻ നോക്കേണ്ടത് അവനിലേക്കാണ്. അവിടെ ഉത്തരമുണ്ട്. ഇതാണ് മറിയത്തിൻ്റെ എക്കാലത്തുമുള്ള ഭാഷ, വിശ്വാസത്തിൻ്റെ ഭാഷ. അവനിലേക്ക് നോക്ക്. ഈ ഭാഷയെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി തരുന്ന പാഠാവലിയാണ് സത്യത്തിൽ ജപമാല. ഉദാഹരണം, ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളിലൂടെ ഒരു വ്യക്തി ജപമാലയിൽ സഞ്ചരിക്കുമ്പോൾ അവൻ കണ്ടുമുട്ടുന്നത് പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചിരിക്കുന്ന, പൂങ്കാവനം എന്ന് പറയുന്ന ദുഃഖത്തിൻ്റെ കേന്ദ്രത്തിൽ ദുഃഖങ്ങളെല്ലാം അനുഭവിച്ച്, ഉത്കണ്ഠകളെല്ലാം അനുഭവിച്ച് വ്യാകുലനായി, പരവശനായി, രോമകൂപങ്ങളിൽ നിന്ന് വിയർപ്പിന് പകരം രക്തം പൊടിഞ്ഞിരിക്കുന്ന ഒരു കർത്താവിൻ്റെ മുഖം ധ്യാനിക്കാൻ പരിശുദ്ധ മാതാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്, കൂടെ വരുന്നുണ്ട്. അമ്മ നമ്മുടെ കൈപിടിച്ച്, ജപമാല എന്ന് പറയുന്നത് അമ്മ നമ്മുടെ കൈപിടിച്ച് മകൻ്റെ ജീവിതത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് നോക്കുന്നത് ആ തോട്ടത്തിൽ പരവശനായി, ഉത്കണ്ഠാകുലനായി, ഭയചകിതനായി ഒക്കെ ഇരിക്കുന്ന ഒരു കർത്താവിലേക്ക് നോക്കാൻ, രോമകൂപങ്ങളിലൂടെ രക്തം വരുന്ന കർത്താവിലേക്ക് നോക്കാൻ പരിശുദ്ധ അമ്മ നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അങ്ങോട്ട് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഉത്കണ്ഠകൾ അവൻ്റെ ഉത്കണ്ഠകളിൽ ലയിച്ചു പോകും, നമ്മുടെ ദുഃഖങ്ങൾ അവൻ്റെ ദുഃഖങ്ങളിൽ ലയിച്ചു പോകും, നമ്മുടെ പരവേശവും വെപ്രാളവും ഭയവും എല്ലാം ആ ഗത്സമനിലിരിക്കുന്ന കർത്താവായ ഈശോ മിശിഹായുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ലയിച്ചു പോകും. അങ്ങനെ ലയിച്ചു പോവാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ ഭാഷ തന്നെയാണ് ജപമാല. ആ മുഖത്തേക്ക് നോക്കിയിരുന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ മറിയം നമ്മുടെ കൈക്ക് പിടിച്ച് നമ്മളെ നമ്മുടെ ഉത്കണ്ഠകളോടുകൂടി, നമ്മുടെ
എല്ലാ തരത്തിലുള്ള പരവേശങ്ങളോടും കൂടി ഗത്സമൻ തോട്ടത്തിൽ വിയർക്കുന്ന കർത്താവിനേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. നമ്മൾ അവനിൽ ലയിക്കുകയാണ്. ഇത് പ്രിയപ്പെട്ടവരെ ജപമാലയിലൂടെ സംഭവിക്കണം, അല്ലെങ്കിൽ സംഭവിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഈ ഗത്സമനിലെ കർത്താവിലേക്ക് എൻ്റെ തകർച്ചകളെയും എൻ്റെ പ്രയാസങ്ങളെയും എൻ്റെ പ്രതിസന്ധികളെയും ചേർത്ത് വയ്ക്കാൻ എന്നെ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മ ജപമാലയിലൂടെയാണ്. തുടർന്ന് പീലാത്തോസിൻ്റെ വീട്ടിലെ ചമ്മട്ടികളാൽ അടിക്കപ്പെടുന്ന ഈശോയെയും മുൾമുടി ധരിക്കപ്പെടുന്ന കർത്താവിനെയും കുരിശു ചുമക്കുന്ന ഈശോയെയും അവസാനം വിവസ്ത്രനായി വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെടുന്ന കർത്താവിനെയും ഒക്കെ നോക്കാൻ പരിശുദ്ധ അമ്മ നമ്മളെ ആ രഹസ്യങ്ങളിലൂടെ സഹായിക്കുന്നുണ്ട്. അവിടെ പരിശുദ്ധ അമ്മ നമ്മുടെ കൈക്ക് പിടിച്ച് നമ്മളെ കൊണ്ടുപോകുന്നത് വിവസ്ത്രനായി സകല വിധത്തിലുള്ള എല്ലാ വിധത്തിലുള്ള പരിഹാസങ്ങളും അനുഭവിച്ച് കുരിശിൽ തറയ്ക്കപ്പെടുന്ന കർത്താവിൻ്റെ മുൻപിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പരിഹാസങ്ങളെയും നമ്മൾ അനുഭവിച്ച പരാജയങ്ങളെയും, ചിലർ പറയില്ലേ എൻ്റെ ജീവിതം തകർന്നു എന്ന്, ഇനി എനിക്ക് മുമ്പോട്ടില്ലെന്ന്, ആ മുമ്പോട്ടില്ലാത്ത നിന്റെ തകർച്ചകളെയും നിന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും നിനക്ക് ഉയരാൻ പറ്റില്ല എന്ന വിധത്തിൽ നീ അനുഭവിച്ച നിന്റെ എല്ലാ വ്യസനങ്ങളെയും വിഷമങ്ങളെയും വിവസ്ത്രനാക്കപ്പെട്ട് കുരിശിൽ കെട്ടിത്തൂക്കപ്പെട്ട, കുരിശിൽ തറയ്ക്കപ്പെട്ട തൻ്റെ മകനിലേക്ക് ചേർത്ത് വയ്ക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ മറിയം ജപമാലയിലൂടെ. ആ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട കർത്താവിലേക്ക് നോക്കിയിരുന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറയുമ്പോൾ മറിയത്തിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ തകർന്ന ഭാവങ്ങളെ, തകർന്ന അനുഭവങ്ങളെ നമ്മൾ അവൻ്റെ തകർച്ചയിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. ഇത് വിശ്വാസത്തിൻ്റെ ഭാഷയാണ്, വിശ്വാസത്തിൻ്റെ സൗഖ്യമാണ്. അപ്പോൾ ഓരോ ജപമാലയ്ക്ക് ശേഷവും നമ്മൾ അനുഭവിക്കുന്ന ഒരു സൗഖ്യമുണ്ട്. ഗലാത്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന തിരുവചനമുണ്ടല്ലോ 4:19, എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് പരിശുദ്ധ മറിയത്തിൻ്റെയും കൂടി ഒരു നോവാണ്. ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ മറിയത്തിൻ്റെ കണ്ണുകൾ വ്യസനം നിറഞ്ഞതായിരുന്നു എന്നാണ് ചരിത്രം. ദുഃഖപൂർണമായിരുന്നു. ഒരമ്മയുടെ കണ്ണുകൾക്ക് എപ്പോഴാണ് ദുഃഖം മാറുന്നത്? അമ്മയുടെ കണ്ണുകളിൽ നിന്ന് എപ്പോഴാണ്? മക്കളെക്കുറിച്ച് വ്യാകുലതയാണ് ഒരു അമ്മയുടെ ചങ്കിടിപ്പിൻ്റെ കാരണം. ഇവിടെ ഈ മറിയം എന്ന അമ്മയ്ക്ക് നമ്മൾ ക്രിസ്തുവിലേക്ക് വളരാൻ ജപമണികളിലൂടെ നമ്മെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ നടത്തിക്കൊണ്ടുപോവാൻ, പ്രിയപ്പെട്ടവരെ, അപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ സകല അനുഭവങ്ങളിലൂടെയും നമ്മെ വളർത്തുന്ന ഒന്നാം തരം സുവിശേഷമായിട്ട് ജപമാല മാറും. മഹിമയ്ക്കടുത്ത രഹസ്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതം പ്രകാശപൂർണമാവണം. കാരണം എന്താണ്? അവിടെ പരിശുദ്ധ മറിയം നമ്മളെ നോക്കാൻ പ്രേരിപ്പിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവിലേക്കാണ്. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹിമയ്ക്കടുത്ത രഹസ്യങ്ങൾ ആരംഭിക്കുന്നത്. സകല മരണത്തിൻ്റെ ഭീതികളെയും തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ മകനിലേക്ക് നോക്കൂ. മറിയം നമ്മളെ പ്രചോദിപ്പിക്കുന്നത്, മഹിമയുടെ രഹസ്യങ്ങളിൽ മറിയം പ്രചോദിപ്പിക്കുന്നത് അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, വ്യക്തി ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന പ്രകാശത്തിൻ്റെ, ഞാൻ അനുഭവിക്കുന്ന പ്രത്യാശയുടെ ഒരു കാരണം എൻ്റെ ജീവിതത്തിൽ രഹസ്യവും പരസ്യവുമായ ഈ ധ്യാനം, ജപമണികളിലൂടെയുള്ള ഈ ധ്യാനം, മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിലേക്ക് നോക്കാൻ ജപമണികൾ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. ചില തകർച്ചയുടെ അനുഭവങ്ങൾ, ചില നൊമ്പരത്തിൻ്റെ അനുഭവങ്ങൾ, ചില പരാജയത്തിൻ്റെ അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളിൽ വിഷമിച്ചിരിക്കുന്ന എന്നെ പരിശുദ്ധ അമ്മ കൈക്ക് പിടിച്ച് ഉയർത്തെഴുന്നേറ്റ മരണത്തിൻ്റെ കല്ലറകളെ തോൽപ്പിച്ച് ഈ അധ്യായം അടഞ്ഞു എന്നാണ് അവർ എഴുതി വെച്ചിട്ട് പോയത്. ഒരധ്യായം അടഞ്ഞു, നസ്രായൻ്റെ ശല്യം തീർന്നെന്ന്. എന്നിട്ട് കല്ലുമുരുട്ടി വെച്ച് ആ കല്ലറ അടച്ചിട്ട് ഇനി ഇങ്ങനെ ഒരു അധ്യായമില്ല, അടഞ്ഞ അധ്യായമാണത്
ഇനി ഇങ്ങനെ ഒരു ചരിത്രമില്ല, ആ ചരിത്രം ഇന്നിവിടെ അവസാനിച്ചു. ഇനിയൊരു ശല്യവുമില്ല, ആ ശല്യം ഇന്നിവിടെ അവസാനിച്ചു. അങ്ങനെ എല്ലാം തീർന്ന സ്ഥലമായിരുന്നു ആ കല്ലറ. പക്ഷേ ആ കല്ലറയുടെ പരാജയങ്ങളെ, ആ കല്ലറയിലെ മരണത്തെ ഭേദിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് അവനിലേക്ക് നോക്ക്, ഉയർത്തെഴുന്നേറ്റ കർത്താവിലേക്ക് നോക്ക് എന്ന് പരിശുദ്ധ മറിയം മഹിമയുടെ രഹസ്യത്തിൻ്റെ ഏറ്റവും ആരംഭത്തിൽ നമ്മുടെ കൈക്ക് പിടിച്ച് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. നിന്റെ തകർച്ചകൾക്കപ്പുറത്തൊരു ഉയർപ്പുണ്ട്, നിന്റെ പരാജയങ്ങൾക്കപ്പുറത്ത് ഒരു വിജയമുണ്ട് എന്ന് പറയാൻ പരിശുദ്ധ മറിയത്തിന് ഇതിനേക്കാൾ നല്ലൊരു ഭാഷയില്ല, ഇതിനേക്കാൾ നല്ലൊരു സുവിശേഷമില്ല. നിന്റെ തകർച്ചകൾക്കപ്പുറത്ത് നിനക്കൊരു വിജയമുണ്ടെന്ന്, ക്രിസ്തുവിനോടൊപ്പം ഒരു ഉയർപ്പുണ്ടെന്ന് നമ്മളോട് പറയാൻ മറ്റൊരു സുവിശേഷമില്ല. മഹിമയുടെ രഹസ്യത്തിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്തെല്ലാം പരിശുദ്ധ മറിയം നമ്മളെ കൈക്ക് പിടിച്ചു കൊണ്ടുപോകുന്നത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളിയ ഈ കർത്താവിനെ കാണിക്കാനാണ്. നോക്കൂ, സകല പീഡകളും അനുഭവിച്ച് ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് അനുഭവിക്കേണ്ട എല്ലാ ശാരീരിക പീഡകളും അനുഭവിച്ച്, ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് അനുഭവിക്കേണ്ട എല്ലാ തരത്തിലുള്ള മാനസിക നൊമ്പരങ്ങളും അനുഭവിച്ചവൻ സ്വർഗത്തിലേക്ക് കരേറിയെന്ന്. അവൻ തൻ്റെ അമ്മയെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന്. ആ അമ്മയാരാ? ഒരു സ്ത്രീ, ഒരമ്മ, ഒരു ഭാര്യ ഈ ഭൂമുഖത്ത് അനുഭവിക്കാവുന്നതിൽ വെച്ച് എല്ലാ ദുരന്തങ്ങളും അനുഭവിച്ച ഒരു സ്ത്രീയുടെ സ്വർഗാരോപണം കൂടി ഈ മഹിമയുടെ രഹസ്യത്തിൽ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവൻ സ്വർഗത്തിലേക്ക് അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകൾ അറിയാതെ വിടരണമപ്പോൾ. എന്നെയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ആ മിശിഹായിലേക്ക് എൻ്റെ കണ്ണുകൾ ഞാൻ അറിയാതെ നോക്കാൻ പരിശുദ്ധ മറിയം ജപമാല മണികളിലൂടെ നമ്മുടെ കൈക്ക് പിടിച്ച് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ മഹിമയുടെ രഹസ്യം ധ്യാനിച്ചു കഴിയുന്ന ഒരു ക്രിസ്ത്യാനിയുടെ ഉള്ള് സന്തോഷം കൊണ്ട് നിറയും, അവനൊരു പുതുമ കിട്ടും. ഒരു ജപമാല കഴിയുമ്പോൾ, മഹിമയുടെ രഹസ്യം ധ്യാനിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് ആ ജപമാലയുടെ 5ാമത്തെ രഹസ്യം ധ്യാനിച്ചു കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിലൊരു കുളിർമ കിട്ടും. അവന് ലഭിക്കാനിരിക്കുന്ന ഒളിമങ്ങാത്ത കിരീടത്തെക്കുറിച്ച്, അവനെയും കൂട്ടിക്കൊണ്ടുപോകാനിരിക്കുന്ന അവന് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ അവൻ്റെ കർത്താവിനെക്കുറിച്ച് അവൻ്റെ ഉള്ളിലൊരു അവബോധം ലഭിക്കും. അവൻ എഴുന്നേൽക്കുന്നത് ആവേശത്തോടെയായിരിക്കും. ജീവിക്കാനുള്ള ആവേശം, സ്നേഹിക്കാനുള്ള ആവേശം, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനുള്ള ആവേശം, കുടുംബത്തിന് വേണ്ടി ജീവിക്കാനുള്ള ആവേശം, പ്രതിസന്ധികളെ നേരിടാനുള്ള ആവേശം, ഇതോടുകൂടിയായിരിക്കും അവൻ എഴുന്നേൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മുടെ കൈക്ക് പിടിച്ച് നമ്മളെ ക്രിസ്തുവിലേക്ക് നോക്കാൻ, ക്രിസ്തുവിനോടൊപ്പം ജീവിക്കാൻ, ഇനി സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ എടുത്താലും അതൊക്കെ തന്നെയാണ്. കാലിത്തൊഴുത്തിൽ പിറക്കുന്ന കർത്താവിനെ ചൂണ്ടിക്കാണിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് ഈ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേത്തലയ്ക്കൽ ജനിച്ച് നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെ നൊമ്പരങ്ങളെ അവനോട് ചേർത്ത് വയ്ക്കാൻ, അവഗണനയുടെ നൊമ്പരങ്ങളെ അവനോട് ചേർത്ത് വയ്ക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സുവിശേഷമാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ജപമാല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജപമാല നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് ഉള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥന മാത്രമല്ല, പകരം ജപമാല ക്രിസ്തുവിലൂടെ ഒരു വ്യക്തിയെ വളർത്തുന്ന ഊന്നുവടിയാണ് ജപമാല. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പരിശീലിപ്പിക്കുന്ന ഭാഷയാണ് ജപമാല. അതും അമ്മയായ മറിയം കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന സുന്ദരമായ ഭാഷ. നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസത്തിൻ്റെ ഭാഷ ഉപയോഗിച്ച്, ഈ ഊന്നുവടി ഉപയോഗിച്ച് ക്രിസ്തുവിലേക്ക് വളരാനുള്ള, ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച പക്വതയാർന്ന മനുഷ്യരായി രൂപപ്പെടാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന സുന്ദരമായ ഊന്നുവടിയായി നമുക്ക് ജപമാലയെ സ്വീകരിക്കാം. ജപമണികളിലൂടെ, ഓരോ വിഷയങ്ങളിലൂടെ ക്രിസ്തു സംഭവത്തെ ധ്യാനിച്ച് ആ ക്രിസ്തുവിലേക്ക് ലയിക്കാൻ, ആ ക്രിസ്തുവിലേക്ക് വളരാൻ ജപമാല മാസം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന കർത്താവായ ഈശോയ്ക്ക് സമർപ്പിക്കാം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ചിലപ്പോൾ തളർന്നു പോകുന്നുണ്ട്, ചിലപ്പോൾ ഞങ്ങൾ തകർന്നു പോകുന്നുണ്ട്. അങ്ങയിലേക്ക് നോക്കാൻ ഞങ്ങൾ ചിലപ്പോൾ പരാജയപ്പെടുന്നുമുണ്ട്. പരിശുദ്ധ അമ്മ ഞങ്ങളെ കൈപിടിച്ച് നയിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിനെ അമ്മ നടക്കാൻ പഠിപ്പിക്കുന്നത് പോലെ പരിശുദ്ധ അമ്മ ഞങ്ങളെ വിശ്വാസത്തിൽ നടക്കാൻ പഠിപ്പിക്കുന്നുണ്ട് ജപമാലയിലൂടെ. കാലിത്തൊഴുത്തിൽ പിറന്ന അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ,
പീഡനങ്ങൾ സഹിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ, കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ, ഉയർത്തെഴുന്നേറ്റ അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ, പരസ്യ ജീവിതകാലത്ത് അനേകം പേർക്ക് മഹത്വത്തിൻ്റെ അടയാളങ്ങൾ നൽകിയ അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ പരിശുദ്ധ മാതാവ് ഞങ്ങളെ കൈപിടിച്ച് നയിക്കുന്നുണ്ട്. അങ്ങയുടെ മുഖത്തേക്ക് നോക്കി വളരാൻ, ജപമാല മണികളിലൂടെ വളരാൻ ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.